സാർ, ഈ ഓർത്തഡോക്സ് സഭാധ്യക്ഷനുണ്ട് ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവന AD 52 ഈ സെൻറ് തോമസ് ഇന്ത്യയിൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഹിന്ദുക്കൾ ഇന്ത്യയിൽ വന്നത്. ഇതാണോ വാസ്തവം? അസംബന്ധമാണ്. അദ്ദേഹത്തിനെ പോലെ ഒരു സഭയുടെ പരമാചാര്യൻ ആയിട്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മണ്ടത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ദേവലോകത്ത് പോയിട്ട് മനോരമയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഈ ബാവമാർക്ക് സപ്തതി ഷഷ്ടിപൂർത്തി ഇങ്ങനെ പലതും വരുമല്ലോ. അപ്പോഴൊക്കെ പലരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഈ പ്രഥമൻ ഭാവ അദ്ദേഹം ഞാൻ അഭിമുഖം ചെയ്യുമ്പോൾ ഒരിക്കൽ പ്രണയം ഉണ്ടായിരുന്ന കഥയൊക്കെ പറഞ്ഞ് അത് ഇൻ്റർവ്യൂവിൽ അച്ചടിച്ച് വന്ന് ഒരു വലിയ ടോക്കൊക്കെ ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പോർച്ചുഗീസുകാർ വന്ന ശേഷം ഗോവ ഇൻക്വിസിഷനൊക്കെ ഉണ്ടല്ലോ, മതവിചാരണ, ആ സമയത്തൊക്കെ പോർച്ചുഗീസുകാർ ഇവിടെ വന്ന ശേഷം അവർക്കിവിടെ കാലുറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥ, ഒരു ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥ മാത്രമാണ് തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നു എന്നുള്ളത്. തോമാ ശ്ലീഹ ഇന്ത്യയിൽ വന്നിട്ടേ ഇല്ല. ചരിത്രപരമായി ഒരു തെളിവും സെൻറ് തോമാ ശ്ലീഹ വന്നതിന് ഇല്ല. ഈ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നിട്ടുള്ള കഥയാണ് ഈ ഭാവയും ആവർത്തിച്ചത്. AD 52 സെൻറ് തോമസ് ഇവിടെ വന്നു, സുറിയാനി സഭ സ്ഥാപിച്ചു. AD 72 അദ്ദേഹത്തിന് മൈലാപ്പൂരിൽ ബ്രാഹ്മണർ കൊന്നു. ഇതാണ് ഈ കഥ. ബ്രാഹ്മണർ കൊന്നു എന്ന് പറയുമ്പോഴാണല്ലോ ബ്രാഹ്മണർക്ക് താഴെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളാകേണ്ടത്, മതം മാറി. ഒരു കഥ വേണമല്ലോ. മാത്രമല്ല, യേശുവിനെ പോലെ തന്നെ ഒരു സാധാരണക്കാരൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മതം മാറ്റത്തിന് ആളെയൊന്നും കിട്ടില്ല. യേശുവിനെ പോലെ തന്നെ ഒരു രക്തസാക്ഷി വേണമല്ലോ. എന്ന് പറയുമ്പോൾ ഒരു വ്യാജകഥ ഉണ്ടാക്കിയാലും അതിൽ നായക കഥാപാത്രത്തിനെ ആരെങ്കിലും കൊന്നാലല്ലേ രക്തസാക്ഷി ആവുള്ളൂ. അങ്ങനെയാണ് ബ്രാഹ്മണർ കൊന്നു എന്നുള്ള വ്യാജകഥ ഉണ്ടായത്. മരിച്ചിടത്ത് ആണ് ഈ സാന്തോം കത്തീഡ്രൽ മൈലാപ്പൂരിലെ ഉള്ളത്, സാന്തോം കത്തീഡ്രൽ ഉള്ളത് എന്ന് പറയുന്നത്. സത്യത്തിൽ പോർച്ചുഗീസുകാർ അവിടെ ഉണ്ടായിരുന്നത് കപാലീശ്വര ക്ഷേത്രമാണ്. ആ സാന്തോം കത്തീഡ്രൽ ഇരിക്കുന്ന സ്ഥലത്ത് കപാലീശ്വര ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രം തകർത്തിട്ടാണ് സെൻറ് തോമസ് ഇരുന്നിടത്ത് ഒരു പള്ളി, ഈ കഥ ഉണ്ടാക്കുകയാണല്ലോ, സെൻറ് തോമസ് ഇവിടെ കൊല്ലപ്പെട്ടു എന്ന്. അപ്പോൾ കൊല്ലപ്പെട്ട സ്ഥലത്തൊരു പള്ളി വേണ്ടേ? നിർഭാഗ്യവശാൽ അവിടെ ഉണ്ടായിരുന്നത് കപാലീശ്വര ക്ഷേത്രമാണ്, സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളത്. അത് വെട്ടി നിരത്തിയിട്ട് അവിടെ സെൻറ് തോമസ് കത്തീഡ്രൽ ഉണ്ടാക്കുകയാണ്, സാന്തോം കത്തീഡ്രൽ. ഇങ്ങനെയൊക്കെയാണ് ചെയ്തു വെച്ചത്. അപ്പോൾ ഇനി സെൻറ് തോമസ് ശിഷ്യന്മാരിൽ ഒരാളാണല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ടില്ല. സിറിയൻ അർമീനിയൻ കച്ചവടക്കാരൻ കാനായിലെ തൊമ്മൻ, തൊമ്മനില്ലേ, ക്നാനായ വിഭാഗക്കാരുടെ ആചാര്യൻ. അപ്പോൾ കാനായിലെ തൊമ്മൻ AD 345 ഇവിടെ വന്നു. AD 345 എന്ന് പറയുമ്പോൾ 4-ാം നൂറ്റാണ്ടിൽ കാനാ തൊമ്മൻ വന്നു. അപ്പൊ കാനാ തൊമ്മൻ എന്നുള്ളതിൽ ഒരു തോമസ് എന്നുള്ള പേര് കിട്ടി. ആ കഥയിലേക്ക് ഈ സെൻറ് തോമസിനെ ആവാഹിച്ച് കുടിയിരുത്തുകയാണ് ഈ ചെയ്തത്. ശരിക്കും വന്നിട്ടുള്ളത് കാനാ തൊമ്മനാണ്. 4-ാം നൂറ്റാണ്ടിലാണ് വന്നത്. 345 400 അഭയാർത്ഥികൾക്കൊപ്പമാണ് കാനാ തൊമ്മൻ ഇവിടെ വന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇവിടെ ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ തിയറി ഉണ്ടല്ലോ, ഇപ്പോൾ ഭാവ വന്ന തിയറി മുമ്പ് ഈ കൈരളികളിൽ ഉണ്ടായിരുന്നപ്പോൾ ബ്രിട്ടാസും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്ന ശേഷമാണ് ഇവിടെ ബ്രാഹ്മണരും ഹിന്ദുക്കളും ഒക്കെ വന്നതെന്നുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥം ബ്രിട്ടാസ് വന്ന ശേഷമാണ് പിണറായി വിജയൻ വന്നതെന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് പിണറായിയും കൂടി സമ്മതിക്കണം. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ ആണ് പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത്. 1498 കാപ്പാട് വാസ്കോഡ ഗാമ ഇറങ്ങുന്നുണ്ടല്ലോ, പിന്നെയും വരുന്നുണ്ട്. പിന്നെ ഫ്രാൻസിസ് സേവിയറൊക്കെ വന്നിട്ട് ഒരുപാട് പേരെ മതം മാറ്റം നടത്തുന്നുണ്ട്. ഗോവയിൽ ഇൻക്വിസിഷൻ മതവിചാരണയൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഇങ്ങോട്ട് കൊങ്കണികളും കുടുംബികളും
ഒക്കെ അവിടെ നിന്ന് പലായനം ചെയ്തു വരുന്നതൊക്കെ ആ മതവിചാരണയെ തുടർന്നാണ്. അപ്പോ ഈ ബീച്ചിലെ മറീന ബീച്ച് ചെന്നൈയില് ആ സാന്തോം കത്തീഡ്രലിന്റെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞില്ലേ കപാലീശ്വര ക്ഷേത്രമാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ പല ക്ഷേത്രങ്ങളിലും ചെന്നൈയിലൊക്കെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സെന്റ് തോമസിന്റെ വ്യാജകഥ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ദ മിത്ത് ഓഫ് സെന്റ് തോമസ് ആൻഡ് ദി മൈലാപ്പൂർ ശിവ ടെമ്പിൾ, ഈ ശിവക്ഷേത്രത്തിന്റെ കാര്യമാണ് പറയണേ. ദ മിത്ത് ഓഫ് സെന്റ് തോമസ് ആൻഡ് ദി മൈലാപ്പൂർ ശിവ ടെമ്പിൾ എന്ന് പറഞ്ഞ് ഈശ്വർ ശരൺ, കാനഡയിലെ ഹിന്ദു പണ്ഡിതൻ, സായിപ്പാട്ടോ, ഈശ്വർ ശരൺ എന്നുള്ള പേര് സന്യാസിയായിട്ട് അദ്ദേഹം എഴുതിയ ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ സെന്റ് തോമസ് ഇവിടെ വന്നിട്ടില്ല, വ്യാജകഥയാണ് തുടങ്ങിയ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാന തോമസിനെയാണ് ഈ സെന്റ് തോമസ് ആക്കി മാറ്റിയത് എന്നും. ഈ പുസ്തകത്തിൻ്റെ അവതാരിക ബെൽജിയൻ പണ്ഡിതൻ കോൺറാഡ് എൽസ്റ്റ് എഴുതിയതാണ്. ഈ കോൺറാഡ് എൽസ്റ്റിൻ്റെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, വൈ ഐ കിൽഡ് ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഗോഡ്സെയുടെ കഥ. നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺറാഡ് എൽസ്റ്റ് അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്, യൂറോപ്പിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റികളിലൊന്നും ഇപ്പോൾ തോമാസ് ലീഗ ഇന്ത്യയിലെത്തിയെന്ന് ചരിത്രമായിട്ട് പഠിപ്പിക്കുന്നില്ല. അത് പൊട്ടത്തരമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം ഇത് പറയുന്നില്ല, സെന്റ് തോമസ് ഇന്ത്യയിൽ വന്നു എന്നുള്ള മണ്ടത്തരം അവിടെ വിളമ്പുന്നില്ല. ഇന്ത്യയിൽ അതിന് പ്രയോജനമുണ്ട്. കാരണം ഇങ്ങനെ ഇവിടെ കഥ വേണമല്ലോ മതം മാറ്റത്തിന് വേണ്ടി, ഇവിടെ ആ പ്രയോജനമുണ്ട്. അയോധ്യയിൽ ശ്രീരാമൻ ജനിച്ചു എന്നൊക്കെ പറയുന്നത് മിത്താണെന്ന് ക്രിസ്ത്യാനികൾ പറയാറുണ്ട്. അതേസമയം സെന്റ് തോമസ് വന്നു എന്ന് പറഞ്ഞൊരു മിത്ത് ഉണ്ടാക്കാനായിട്ട് അവർക്കൊരു പ്രയാസവും ഇല്ല എന്ന് ഈ അവതാരികയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയോധ്യ മിത്ത് എന്ന് പറയുന്ന സെക്യുലറിസ്റ്റുകൾക്ക് തോമാസ് ലീഹ എന്ന് പറയുന്ന മിത്ത് വളരെ പ്രിയമുള്ളതാണ് എന്ന് അദ്ദേഹം കോൺറാഡ് എൽസ്റ്റ് എഴുതിയിട്ടുണ്ട്. പണ്ടേ ബ്രാഹ്മണരെ ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾക്ക് രക്തസാക്ഷികളെയൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല മതം മാറിയിട്ട്. അപ്പോൾ അവർ ഇൻവെൻറ്റ് ചെയ്തു, ഒരു രക്തസാക്ഷിയെ കണ്ടെത്തി ഉണ്ടാക്കിയെടുത്തു. ക്രിസ്തുമത ഭ്രാന്തിലെ യഥാർത്ഥ രക്തസാക്ഷി ഹിന്ദു മതമാണ്. അദ്ദേഹം അവതാരികയിൽ എഴുതുകയാണ്, 2 പ്രധാന ഹിന്ദു ക്ഷേത്രങ്ങൾ അവർ ചെന്നൈയിൽ തകർത്തു. ഒരു ജൈന ക്ഷേത്രവും ഒരു ഹിന്ദു ക്ഷേത്രവും, ഈ കപാലീശ്വര ക്ഷേത്രവും ഇതിനു വേണ്ടി തകർത്തു. അപ്പോൾ ഈ സെന്റ് തോമസിന്റെ തോമാസ് ലീഹയെ പറ്റി പറയുന്നത് ആക്ട്സ് ഓഫ് തോമസ്, അതായത് തോമസിന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ. പിന്നെ ഗോസ്പൽ ഓഫ് തോമസ്, തോമസിന്റെ സുവിശേഷം, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ തോമസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ആ 4 സുവിശേഷങ്ങളുണ്ടല്ലോ ബൈബിളില്, യോഹന്നാൻ, മാർക്കോസ്, ആ സുവിശേഷങ്ങളിലുള്ളതല്ല തോമസിന്റെ സുവിശേഷം. തോമസിന്റെ സുവിശേഷം വേറെയാണ്, സ്വീകരിക്കാത്ത സുവിശേഷത്തിൽ പെട്ടതാണ്. അത് സ്വീകരിക്കാത്തത് എന്താണെന്നറിയോ? അതില് യേശുവിൻ്റെ ഇരട്ട സഹോദരനാണ് തോമസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യനായ തോമസ്, 12 ശിഷ്യന്മാരിൽ ഒരാളായ തോമസ് യേശുവിൻ്റെ ഇരട്ട സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വത്തിക്കാൻ സ്വീകരിക്കില്ല. എന്താന്ന് വെച്ചാൽ യേശു കർത്താവിൻ്റെ ഏകപുത്രൻ എന്നാണല്ലോ ക്രിസ്തുമതത്തിൽ പറഞ്ഞു വരുന്നത്. തോമസിന് ഗ്രീക്ക് ഭാഷയിൽ ഡിഡിമസ് എന്നാണ് പറയുക. ഡിഡിമസ് എന്ന് പറഞ്ഞാൽ ഇരട്ട സഹോദരൻ എന്നാണ് ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം. പിന്നെ മൈലാപ്പൂരിൽ കുഴിമാടം ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ തോമാസ് ലീഹയുടെ. സെന്റ് തോമസിന്റെ കുഴിമാടം പേർഷ്യയില്, ഇസ്രയേലില് തുടങ്ങി പല മേഖലകളിലും ഉണ്ട്. തീർന്നില്ലേ? അതെ, ആ പൊളിഞ്ഞു പോയില്ലേ? അപ്പൊ ബോംബെയിൽ സെന്റ് സേവിയേഴ്സ് കോളേജ് ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട കോളേജാണ് സെന്റ് സേവിയേഴ്സ് കോളേജ്. അവിടുത്തെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്ന ജസ്യൂട്ട് പുരോഹിതൻ
ജസ്യൂട്ടുകാരാണല്ലോ ഭയങ്കര മതഭ്രാന്തുമായിട്ട് നടക്കുന്നവർ. ജസ്യൂട്ടായിട്ട് പോലും അതിൻ്റെ ഡയറക്ടർ, സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന ഫാദർ ഹെൻറി ഹെറാസ് എഴുതിയൊരു പ്രബന്ധത്തിൽ 1953 എഴുതിയ പ്രബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്, സെൻറ്റ് തോമസിൻ്റെ കുഴിമാടം ഈ പറയുന്നത് മൈലാപ്പൂരിലെ അത് തട്ടിപ്പാണ്. കുഴിമാടം അവിടെയല്ല. ജസ്യൂട്ടായിട്ട് പോലും അദ്ദേഹം ആ തിയറി തള്ളിക്കളഞ്ഞു, റദ്ദാക്കി. 2006 സെപ്റ്റംബർ 27 ബെനഡിക്റ്റ് 6 മാർപ്പാപ്പ 16 മാർപ്പാപ്പ ഒരു ഈ സുവിശേഷ പ്രഘോഷണത്തിൽ അദ്ദേഹം പറഞ്ഞു, സെൻറ്റ് തോമസ് സിറിയ, പേർഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിച്ച ശേഷം പടിഞ്ഞാറൻ ഇന്ത്യയിൽ, പശ്ചിമ ഇന്ത്യയിൽ, തെക്കേ ഇന്ത്യയിലല്ല, പശ്ചിമ ഇന്ത്യയിൽ എത്തി. അവിടെ നിന്ന് ക്രിസ്തുമതം തെക്കേ ഇന്ത്യയിൽ വരികയായിരുന്നു. എന്ന് പറഞ്ഞാൽ തോമാശ്ലീഹ കേരളത്തിൽ വന്നില്ലെന്ന്, തെക്കേ ഇന്ത്യയിലെ വന്നില്ലെന്ന് ബെനഡിക്റ്റ് 16 പറഞ്ഞു. അപ്പോൾ ഇനി നമ്പൂതിരിയെ തോമാശ്ലീഹ കൺവെർട്ട് ചെയ്തു നമ്പൂതിരിമാരെ എന്നാണല്ലോ ഈ ബാവയെപ്പോലുള്ള ആളുകൾ പറയുന്നത്. ഈ നമ്പൂതിരിമാര് അങ്ങനെ തോമാശ്ലീഹ നമ്പൂതിരിമാരെ കൺവെർട്ട് ചെയ്തു എന്നുള്ള കഥ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ നമ്പൂതിരിമാര് അതിന് മുമ്പ് കേരളത്തിൽ ഉണ്ടായിരിക്കണ്ടേ? അതെ. അങ്ങനെയാണെങ്കിൽ ഹിന്ദു സെന്റ് തോമസിന് മുമ്പില്ലേ ഇവിടെ? ഉണ്ട്. അത് ഈ പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, പരസ്പര വിരുദ്ധമാണ്. നമ്പൂതിരിമാര് ഇവിടെ വന്നത് 4ാമത്തെ സെഞ്ചുറിയിൽ ആണെന്നാണ് വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അത് കാനായിലെ തൊമ്മൻ വരുന്ന സമയമാണല്ലോ, 4ാം നൂറ്റാണ്ട്. അത് തമ്മിൽ യോജിച്ചു പോകും. അപ്പൊ കാനായിലെ തൊമ്മൻ എന്ന് പറയുന്നതാണ് ഈ സെന്റ് തോമസുമായിട്ട് കണക്ട് ചെയ്തിപ്പോ പിന്നെ അവതരിപ്പിച്ചത്. ആകെ വന്നിട്ടുള്ളത് കാനായിലെ തൊമ്മനാണ്, തോമസ്. കാന തൊമ്മൻ എന്ന് പറയുന്ന ആള്. പിന്നെ ഈ 4 സുവിശേഷങ്ങളുണ്ടല്ലോ ബൈബിളിലെ, ഇതൊക്കെ 4ാം സെഞ്ചുറിയിലാണ് ശരിക്കും വരുന്നത്, 4th സെഞ്ചുറി. അതിനു മുമ്പ് ബൈബിളൊന്നുമില്ല. അതായത് ഇത് കാരണം എന്താന്ന് വെച്ചാൽ 4ാം നൂറ്റാണ്ടിലേ ഇത് ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ പിന്നെ സെൻറ്റ് തോമസിൻ്റെ കഥയൊക്കെ വെറും തട്ടിപ്പാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഈ സെൻറ്റ് തോമസ് ഇവിടെ വന്നിട്ട് സുവിശേഷം പഠിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത്. സെൻറ്റ് തോമസ് ഒക്കെ സമാധിയായി വളരെ വർഷത്തിന് ശേഷമാണ് സുവിശേഷങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ എങ്ങനെ സുവിശേഷം സെൻറ്റ് തോമസ് പഠിപ്പിക്കും? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം സെൻറ്റ് തോമസ് വന്നു എന്ന് പറയുന്ന സമയത്ത് ക്രിസ്തുമതം ഉണ്ടായില്ല. കുരിശ് കേരളത്തിൽ വരുന്നതൊക്കെ 4ാമത്തെ നൂറ്റാണ്ടിലാണ്, 4th സെഞ്ചുറി. അതാണ് ചരിത്രം. പിന്നെ ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണല്ലോ സഭ സ്ഥാപിക്കുന്നതും ക്രിസ്തുമതം ഉണ്ടാക്കിയെടുക്കുന്നതും. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ ജക്കോസ്റ്റ രാജ്ഞിയും ബത്ലഹേമില് ആണ് യേശു ജനിച്ചത് തുടങ്ങിയ കഥകളൊക്കെ അദ്ദേഹമാണ്. ബത്ലഹേമിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നതും, നേറ്റിവിറ്റി ചർച്ച്, ഞാൻ പോയിട്ടുണ്ട് അവിടെ, ജന്മപ്പള്ളി എന്ന് പറയും യേശുവിൻ്റെ. ഇതൊക്കെ ഇൻവെൻഷനാണ്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പൊ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇതൊക്കെ ചെയ്യുന്നത് 325 AD 4ാം നൂറ്റാണ്ട് കാനാത്തൊമ്മൻ വരുന്ന സമയം. അത് കറക്റ്റാ. തോമാശ്ലീഹ ക്രിസ്തുമതം ഇവിടെ പ്രചരിപ്പിച്ചു AD 52 എന്ന് പറയുന്നത് മണ്ടത്തരമാവുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം ഉണ്ടാക്കുന്നതും സഭ ഉണ്ടാക്കുന്നതും ഒക്കെ 4ാം നൂറ്റാണ്ടിലാണ്, 325 AD 52 ഇതില്ല. 345 കാനാത്തൊമ്മൻ വരുന്നത്. കാനാത്തൊമ്മനുമായിട്ട് ബന്ധിപ്പിച്ച് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വിശ്വാസ്യതയുണ്ട്. അപ്പൊ ഭാവയെപ്പോലുള്ള ആളുകൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.